മയിലിനെ രവിയോടൊപ്പം കാണുന്ന മതികല പ്രശ്നമുണ്ടാക്കുന്നു. മയിലിനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു. മഹാദേവന്റെ എതിർപ്പ് വകവെക്കാതെ ചന്ദ്രുവിനെ വിളിക്കാൻ ജലജ ബാംഗ്ലൂരിലേക്ക് പോകുന്നു. മയിലിനെ ആശ്വസിപ്പിക്കാൻ സീത ശ്രമിക്കുന്നു. രവിയെ ബാലൻ ഉപദേശിക്കുന്നു. മയിൽ രാത്രിയിൽ രവിയുടെ അടുത്ത് പോയത് എന്തിനായിരുന്നു എന്ന് ബാലൻ സീതയോട് ചോദിക്കുന്നു. തുടർന്ന് കാണുക. പാതിരാത്രിയില് മറ്റൊരു പെണ്ണിന്റെ ഭർത്താവിന്റെ അടുത്ത് പോയിരിക്കേണ്ട കാര്യം എന്താ? അതെന്ത് ബന്ധമായിക്കോട്ടെ, ആങ്ങളെയും പെങ്ങളും ആയിക്കോട്ടെ, നല്ല സുഹൃത്തുക്കളായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിനെ അങ്ങനെ കാണുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നൊരു പെണ്ണായിരിക്കണം മതികല. നീ ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ ഏതു നിമിഷവും എങ്ങനെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി വയലോരം വീടിന്റെ സ്വസ്ഥത കെടുത്താമെന്ന് നോക്കിയിരിക്കുന്ന ഒരാളാ മതികല. അങ്ങനെയുള്ള അവളുടെ മുന്നിലേക്ക് ഒരു വടി ഒടിച്ചിട്ട് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ മയിലമ്മയ്ക്ക്? നടന്നത് നടന്നു ബാലേട്ട. മയിലമ്മ വല്ലാത്ത വിഷമത്തിലാ. അന്യനാട്ടീന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന കുട്ടിയല്ലേ, അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയല്ലേ. ബാലേട്ടൻ അവളെ ഒന്ന് ആശ്വസിപ്പിക്കണം. ബാലേട്ടൻ വഴക്ക് പറഞ്ഞതിന്റെ പേരിൽ വിഷമിക്കരുതെന്ന് ഒന്ന് പറയണം. ഞാൻ അവളോട് മാപ്പ് ചോദിക്കണം എന്നാണോ നീ പറയുന്നത്? അയ്യോ, ഒരിക്കലും അല്ല ബാലേട്ട, അങ്ങനെയല്ല. അവൾ ബാലേട്ടനെ കാണുന്നത് ഏട്ടനായിട്ടാ. അപ്പോ ആ ഏട്ടൻ വഴക്ക് പറഞ്ഞപ്പോ അവളുടെ മനസ്സിൽ വല്ലാതെ മുറിവേറ്റിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, ബാലേട്ടൻ അവളോട് ദേഷ്യമൊന്നും ഇല്ലെന്ന്. ഇല്ലെങ്കിൽ അവൾ ഇവിടെ നിൽക്കത്തില്ല, അവൾ ഇവിടുന്ന് തിരിച്ചു പോകും. ആരുമില്ലാത്തവരുടെ വേദന നന്നായിട്ട് അറിയാവുന്നവരല്ലേ നമ്മള്. നമുക്ക് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ അവളുടെ ആരൊക്കെയാണെന്ന് കരുതിയിട്ടാ അവൾ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ കാണുന്നോണ്ടാ അവള് ഓരോ കാര്യങ്ങളിലും ഇടപെടുന്നത്. അവൾക്ക് വേണമെങ്കിൽ ഒന്നിലും ഇടപെടാതെ മാറിയിരുന്ന ഉള്ളിൽ ചിരിക്കാം. അതല്ല മയിലമ്മ. തന്റെ ചുറ്റുപാടുള്ളവരെല്ലാം തന്റെ പ്രിയപ്പെട്ടവരാണെന്ന് കരുതി സഹായിക്കുന്ന ആളാ മയിലമ്മ. അങ്ങനെ നന്മയുള്ള ഒരാള് കരയാൻ പാടില്ല ബാലേട്ട. അങ്ങനെയുള്ള ഒരാളുടെ മനസ്സിൽ മുറിവേക്കാൻ പാടില്ല. അതുകൊണ്ട് എന്റെ അപേക്ഷയാണ്, സ്നേഹത്തില് 2 വാക്കെങ്കിലും ബാലേട്ടൻ മയിലമ്മയോട് സംസാരിക്കണം. അവളുടെ മനസ്സൊന്ന് ശാന്തമാകട്ടെ, അവളുടെ മനസ്സിനൊരു സമാധാനം കിട്ടട്ടെ. ഇല്ലെങ്കിൽ അത് ഒരു വല്ലാത്ത പാപമായി പോകും ബാലേട്ട. പ്ലീസ്. ആ പിച്ചളേ, എങ്ങനെയുണ്ട് ബായി കച്ചവടമൊക്കെ? ഇന്ന് ഏത് റൂട്ടാ? ആ ഞാനും അങ്ങോട്ട് ഇറങ്ങുവാ. കാണാം കാണാം. അല്ല, ഒരു വണ്ടിയും കൂടി തട്ടിക്കൂട്ടിയാലോ ഒന്ന് ആലോചിക്കുക ഞാൻ. അല്ലല്ല, പച്ചക്കറിയല്ല, അതിപ്പോ പിച്ചള ചെയ്യുന്നുണ്ടല്ലോ. ഇത് കുറച്ച് മസാല പാക്കറ്റ്, കറി പൗഡറുകൾ, അത്യാവശ്യം വീട്ടാവശ്യത്തിന് വേണ്ട ചെറിയ ചെറിയ സാധനങ്ങൾ. അത് നമുക്ക് ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് ഹോൾസെയിലായിട്ട് എടുക്കാം. എന്നിട്ട് വീട് വീടാന്തരം കൊണ്ടു നടന്ന് വിൽക്കാം. അല്ലെങ്കിൽ കമ്പനി വേണ്ട പിച്ചള. കാരണമേ ഈ കമ്പനി പ്രോഡക്റ്റുകളിൽ എല്ലാം മായം ഉണ്ടെന്നാ സാധാരണ പറയാറുള്ളത്. നമുക്ക് തന്നെ കുറച്ച് മുളകും മല്ലിയും മഞ്ഞളും ഒക്കെ വാങ്ങി പൊടിച്ച് പാക്കറ്റിലാക്കി അങ്ങോട്ട് വിൽക്കാം. ഇപ്പൊ വിഷമില്ലാത്ത പച്ചക്കറി നമ്മൾ എത്തിക്കുന്നു. ഇനി വിഷമില്ലാത്ത മസാലക്കൂട്ട് നമുക്ക് എത്തിക്കാം. എങ്ങനെയുണ്ട്? ഇതിനകത്ത് ആരും കയറിയൊന്നും ഇരിപ്പില്ല കേട്ടോ. മിണ്ടായിരിക്കട്ടു, ഇത് പിച്ചളയാണ്, പിച്ചള. അയ്യോ, എങ്കിട്ടാ പിത്തലോട് ഞാനൊരു ഹലഹല പറയട്ടെ. ഹലോ പിത്തലേ. ഹലോ പിച്ചളേ. പിച്ചളേ, തൃപ്തിയായല്ലോ, സമാധാനമായല്ലോ. ഫോൺ കട്ടായി, സംസാരിച്ചു കഴിഞ്ഞോ? ഞാനൊന്ന് തൊട്ടപ്പേക്കും അങ്ങ് കുട്ടായി. ചുമ്മാ ഒന്ന് പറയല്ലേ മനുഷ്യ. പിന്നെ മനുഷ്യ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണാവോ? അത് കൊറേ ദിവസമായിട്ട് ഞാൻ ആലോചിച്ചതാ. പറഞ്ഞോ? അത് ഞാൻ ഇന്നാളൊന്ന് പറഞ്ഞതാ. ഇനി ഒന്നുകൂടെ പറയുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയാസമുണ്ടോ? എന്താണാവോ കാര്യം? അതേ മനുഷ്യ, എനിക്ക് ഒരു ഊഞ്ഞാൽ വേണം, നല്ല ഒരു ഊഞ്ഞാല്. അതെന്താ വെച്ചാല് അങ്ങോട്ടാടാനും ഇങ്ങോട്ടാടണം, അങ്ങോട്ടാടണം പിന്നെ ഇങ്ങോട്ടാടണം, അങ്ങോട്ടാടണം ഇങ്ങോട്ടാടണം. നിന്നാ മതി. ഞാൻ നിന്നോട് ഇന്നാളെ പറഞ്ഞിട്ടുണ്ട്,
വലിയ ഉപമയും തമാശയും ഒന്നും എന്നോട് വേണ്ടാന്ന്. ആ, എന്തോന്നാടാ ചേക്ക ഇപ്പൊ അവള് പറഞ്ഞോണ്ടിരിക്കുന്നത്? ആ കേട്ടാ ചിരി വരുന്നൊരു കാര്യമാണ്. ഇവളുടെ വലിയൊരു ആഗ്രഹമാണ്, ഒരു വലിയ ആവശ്യം ഉടൻ തന്നെ സാധിച്ചു കൊടുക്കാൻ വേണം. ആ എന്നതാ വൈറ്റേണ്ടിക്ക് ഇത്ര വലിയ ആഗ്രഹം? എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചു കൊടുക്കണമെന്നാണോ? ഓ ചിക്കൻ ബിരിയാണി ആയിരിക്കും, അല്ലെങ്കിൽ മസാല ദോശ. അതെ, ചിക്കൻ ബിരിയാണി മസാലോശ ഒന്നല്ല. ആ അതെ, ആ. ഞാൻ മനുഷ്യനോട് ശമാരിച്ചുമ്പോ അതിന്റെ ഇടയിൽ കയറി ശമാരിച്ചരുത് കേട്ടാ. ഇങ്ങനെ ഒരാൾ ശമാരിച്ചതിന്റെ ഇടയില് വേറൊരാള് കയറി ശമാരിച്ചുന്നത് ആദ്യം ശമാരിച്ചുന്ന ആളിന് രണ്ടാമത് ശമാരിച്ചുന്ന ആളിനോട് ദേഷ്യം വരും. ആ. എന്നതാ അയ്യോ എനിക്ക് മനസ്സിലായില്ല. എന്റെ അമ്മ ഒരു വിവരമില്ലാത്ത ഉപ്പച്ചിയമ്മ. ഞാൻ പറഞ്ഞതേ ഒന്നുകൂടെ കേട്ടോ. ഞാൻ മനുഷ്യനോട് ശമാരിക്കുന്നു. അപ്പോ അപ്പച്ചിയമ്മ മനുഷ്യനോട് ശമാരിച്ചരുത്. ഞാൻ മനുഷ്യനോട് ശമാരിച്ചപ്പോ അപ്പച്ചിയമ്മ മനുഷ്യനോട് ശമാരിച്ച ആദ്യം ശമാരിച്ച എനിക്ക് ദേഷ്യം വരും. അപ്പൊ അപ്പച്ചിയമ്മയ്ക്ക് ശമാരിച്ചാൻ പറ്റാതെ വരും. അതെന്താ എനിക്ക് സംസാരിക്കാൻ പറ്റാതാവുന്നത്? നീ എന്റെ നാക്ക് കണ്ടിച്ച് കളയോ? നാക്ക് ഞാൻ വലിച്ചു പൊയ്ത് ആറ്റുകൊണ്ട് മീനിച്ചു കൊടുക്കും. നീ അതും ചെയ്യും, അതിന്റെ അപ്പുറവും ചെയ്യും. കുരുത്ത ദോഷി. ഇവളെന്ത് വേണോന്നാടാ ഈ പറഞ്ഞത്? ഇവക്ക് ഒരു ഊഞ്ഞാല് വേണം, ഊഞ്ഞാല് ആടാൻ വേണ്ടി. എനിക്ക് ഊഞ്ഞാല് വേണം, ഊഞ്ഞാല്. അതിന് ഓണം ആയില്ലല്ലോ. ഓണത്തിനല്ലേ ഊഞ്ഞാല് കെട്ടുന്നത്? പിന്നെ ഓണം മാവേലിയല്ലേ കയറും കൊണ്ട് വരുന്നത്. എനിക്ക് അങ്ങോട്ട് ഊഞ്ഞാല് കെട്ടി തന്നാ മതി. ഓണോ വേണ്ട, കീടോ വേണ്ട. അല്ലോ പെണ്ണിന് തറുതല പറയാൻ മാത്രം ബുദ്ധിക്ക് ഒരു കുഴപ്പവും ഇല്ല. മാവേലി കയർ കൊണ്ടുവന്നിട്ടാണോ ഈ ലോകത്ത് എല്ലാരും ഊഞ്ഞാല് കെട്ടുന്നത്? നീ ഈ നിറവയറുമായിട്ട് ഊഞ്ഞാലി കയറി ആടാൻ പോവുകയാണോ? ഊഞ്ഞാലൊന്നും കെട്ടിക്കൊടുക്കണ്ട കേട്ടോ ചേർക്കാ. ഊഞ്ഞാലിടാൻ പറ്റിയ അവസ്ഥയിലല്ലേ അവൾ ഇരിക്കുന്നത്. എന്റെ ദൈവമേ, എവിടുന്ന് വന്നു വേണ്ടോ ഈ കുപ്പച്ചമ്മ. ഞാൻ മനുഷ്യനെ കൊണ്ട് ഊഞ്ഞാലി കെട്ടിച്ച് എല്ലാം പറഞ്ഞ് ശമയിച്ചോണ്ടിരുന്നപ്പോ എടെ കയറി വന്നു ശാനം. മനുഷ്യ എനിക്ക് മര്യാദ ഊഞ്ഞാലി കെട്ടി തന്നോണം കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ കയറിയിട്ട് എവരെങ്കിലും ഊഞ്ഞാലി കെട്ടും. നിനക്ക് ഊഞ്ഞാലും ഇല്ല, ഒരു കുന്തോ ഇല്ല. ഭയത്തിലൊരു കൊച്ചിനെ ഇട്ടോണ്ട് ഊഞ്ഞാലാടാൻ പോണു. അയ്യോ എനിക്കല്ല ഊഞ്ഞാല്, പിന്നെ എന്റെ കുഞ്ഞുമണിച്ചല്ലേ. നിന്റെ കുഞ്ഞുമണിയുടെ സ്വഭാവം ഇങ്ങനെയാണെങ്കിലേ അവക്ക് തല്ലു കൊള്ളാനേ നേരം. നിന്റെ വയറ്റിൽ നല്ലയോ വരുന്നത്. കുരുത്തക്കേടിന് ഒരു കുറവും കാണത്തില്ല. മനുഷ്യ എനിക്ക് ഊഞ്ഞാലിട്ട് തന്നില്ലെങ്കിലേ ഷീനുണ്ടല്ലോ, ഷീനക്ക് കോന്തരാവും, കോന്തറ. അല്ലേ പെണ്ണിന്റെ ഒരു പറച്ചില് പോക്കും കണ്ടില്ലയോ? കോന്തറയാവൂന്നു, കോന്തറ. ദാണ്ടേ ഇതിവിടം കൊണ്ടൊന്നും അവസാനിക്കൂല. ഊഞ്ഞാല് കെട്ടുന്നത് വരെ അവള് സമരം തുടരും. നോക്കിക്കോ. ആ പിച്ചളെ, നേരത്തെ കുട്ടിമണി ഒന്ന് പിടിച്ചു വാങ്ങി ഫോൺ കട്ടായി. പെണ്ണെ 2 കലം വെള്ളം കോരിയിട്ട് നീ പോവാൻ നോക്ക്. ബാക്കി ഞാൻ കോരിക്കൊള്ളാം. വേണ്ടമ്മ, ഞാൻ കോരിയിട്ട് പൊക്കോളാം. പെണ്ണെ ഞാൻ പറയുന്നത് കേക്ക്. നീ വന്ന് വല്ലതും കഴിക്ക്. ഞാൻ വെള്ളം കോരിയിട്ട് കഴിച്ചോളാം. എന്നാ കോര്. അല്ലേ തമിഴ്നാട്ടുകാർക്ക് വെള്ളം കണ്ടാ പിന്നെ പ്രാന്താണല്ലോ. മോളെ അണ്ണേ, എന്നണ്ണേ? അത് എന്നണ്ണേ சொல்லு. അത് പിന്നെ മോൾക്ക് വിഷമമായോ ഞാൻ ഇന്നലെ രാത്രി വഴക്ക് പറഞ്ഞത്? അത് ഇല്ലണ്ണേ. കള്ളം പറയരുത്. മോൾക്ക് നല്ല വിഷമമായെന്ന് എനിക്കറിയാലോ. அண்ணா, நீங்க என்னோட எல்டர் பிரதர், பெரிய அண்ணன். அப்போ அண்ணன் என்ன சொன்னாலும் എനിക്ക് വിഷമമില്ല. അത് ചുമ്മാ. ഒരിക്കലും കരയാത്ത മൈലമ്മയുടെ കണ്ണുകൾ ഇന്നലെ നിറയുന്നത് ഞാൻ കണ്ടതല്ലേ. ദേ ഇപ്പോഴും നിറഞ്ഞു. ഇല്ലണ്ണേ, ഒന്നുമില്ല. ഞാൻ മോളെ വഴക്ക് പറഞ്ഞത് ഇന്നലെ ആ പ്രശ്നം അവിടെ വെച്ച് തീരട്ടെ എന്ന് കരുതി കൂടിയാ. പക്ഷേ ഞാൻ കാരണമായല്ല എനിക്ക് തെരിയും. ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല. ഈ കുടുംബത്തിന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്നോളാം മോള്. എനിക്കത് നന്നായിട്ടറിയാം. പക്ഷേ നമ്മുടെ ഉദ്ദേശശുദ്ധി
പലപ്പോഴും പലരും കാണാതെ പോകും. എനിക്കറിയാം അണ്ണ, നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മളെ സംശയത്തോടെ കാണുന്നതാ ലോകത്തിൽ ഏറ്റവും വലിയ വേദനയുള്ള കാര്യം. മോളെ ഞാൻ സംശയിച്ചിട്ടില്ല. മോളുടെ ഭാഗത്ത് വലിയ തെറ്റും കാണുന്നില്ല. എന്നിട്ടും ഞാനിതൊക്കെ പറഞ്ഞു തരുന്നത് നാളെ മോൾക്ക് വീണ്ടും അബദ്ധങ്ങൾ പറ്റാതിരിക്കാനാ. ഞാൻ പറഞ്ഞില്ലേ, ചില സമയങ്ങളിൽ നമ്മുടെ സഹായങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുമെന്ന്. നമ്മളാവും ഏറ്റവും വലിയ കുറ്റവാളിയെന്ന്. നമ്മൾ നന്മ കാണുമ്പോൾ നമ്മുടെ നന്മ കാണാനുള്ള കണ്ണ് മറ്റുള്ളവർക്ക് കൂടി വേണം. അനുഭവത്തിന്റെ വെളിച്ചത്തിലാ ഞാനീ പറയുന്നത്. ഒരുപാട് സഹായിച്ച് ഒരുപാട് പഴി കേട്ടിട്ടുള്ളതാണ് ഞാൻ. രവിയണ്ണന്റെ ജീവിതം നല്ലതാവണമെന്നേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. രവിയണ്ണന്റെ ജീവിതം നല്ലതാവണമെങ്കിൽ രവിയണ്ണന് ആദ്യം ഒരു തിരിച്ചറിവുണ്ടാവണം. തന്റെ കഴിവുകളെക്കുറിച്ചൊരു ബോധം ഉണ്ടാവണം. ആത്മവിശ്വാസവും ആത്മാഭിമാനവും ഉണരണം. പുരുഷനുക്ക് ഉയരെല്ലാം മുഖ്യവും അന്തസദാ മുഖ്യമെന്ന് തിരിച്ചറിവുണ്ടാവണം. ഇതൊക്കെ ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. എനിക്കത് മനസ്സിലാവും മോളെ. ഇവിടെയുള്ള മറ്റുള്ളവർക്കും അത് മനസ്സിലാവും. മധികലയ്ക്ക് മാത്രം അത് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞില്ലേ, നന്മ കാണാനൊരു കണ്ണു വേണമെന്ന്. അതില്ലാത്തവരുടെ കൂട്ടത്തിലായിപ്പോയി കലമോള്. കലമോളുടെ മനസ്സിലും നന്മയുടെ കണ്ണു തുറക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ലേ പറ്റൂ. ഞാൻ എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ മോള് സങ്കടപ്പെടണ്ട കേട്ടോ. എന്റെ കുട്ടിമണിയെപ്പോലെ എനിക്കിഷ്ടമാണ് നിന്നെ. അയ്യോ, എടി പേടിപ്പിച്ചളഞ്ഞോടി. എന്തുവാടി ഇങ്ങനെ അലറി വിളിച്ച് പേടിപ്പിക്കാതെ അടുത്ത് വന്ന് മനുഷ്യ എന്ന് മെല്ലെ വിളിച്ചാ പോരെ? അയ്യോ, ഇത്രയും ശബ്ദം കുറയ്ക്കണ്ട. അല്ലെങ്കിൽ നീ അങ്ങനെയാണല്ലോ, ഒന്നുകിൽ കളരിക്ക് പുറത്ത്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. ഞാനടി എന്റെ നെഞ്ചത്ത്, എന്റെ നെഞ്ചത്തോട് കേറിക്കോ. അവിടെ അടങ്ങി കൊല്ലുമല്ലോടി നീ. അയ്യോ, ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അല്ല, മനുഷ്യൻ എന്നൊരു ആലോചിച്ചോണ്ടിരുന്നേ. ഞാനേ ഒന്ന് രണ്ട് ചെറിയ ജോലികളെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. ഇനി വേറെ ആരുടെയും കീഴിൽ ജോലി ചെയ്യണമെന്നാ തീരുമാനം. ഇനി സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി മനുഷ്യ. മനുഷ്യൻ നേരത്തെ പിത്തലോട് സമാരിച്ചോണ്ടിരുന്നത് അതായിരുന്നല്ലേ? ഓ, അപ്പോ അതൊക്കെ അങ്ങ് പിടിച്ചെടുത്തല്ലേ അതിനു മുമ്പ്? എനിക്കെന്താ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും ഇല്ലേ? പിന്നെ മനുഷ്യ ഇല്ലേന്ന്. ഓ ഉണ്ടേ, ഭയങ്കര പുത്തിക്കാരി തന്നെയാണേ. ആ, സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നത് തന്നെ കുട്ടു നല്ലത്. നമുക്കേ ആരെ അനുസരിക്കണ്ട, നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ജോലി ചെയ്യാം. നമുക്ക് ഇഷ്ടമില്ലാത്തപ്പോ നമുക്ക് ഇങ്ങനെ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കാം. അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല ജോലി ചെയ്യുന്നത്, കാശുണ്ടാക്കാനാ. കാശുണ്ടാക്കിയാലേ രണ്ടണയിൽ വിട്ട് ചവയ്ക്കാൻ പറ്റൂ. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണ്ടേ? ഇനിയിപ്പൊ കുഞ്ഞുമണി വരെയല്ലേ. കുഞ്ഞുമണിക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണ്ടി വരും. ഈ കുഞ്ഞുമണി തന്നെ കുഞ്ഞുമണി വരുന്നെന്നും പറഞ്ഞ് മനുഷ്യൻ കൂടുതൽ ജോലിച്ചൊന്നും പോകണ്ട. മനുഷ്യൻ എന്നെ മാത്രം നോക്കി. അപ്പൊ നമ്മുടെ കുഞ്ഞിനെ ആര് നോക്കും? കുഞ്ഞിനെ ഞാൻ നോക്കും. ആ, എന്നാ കൊള്ളാം. കുഞ്ഞിനെ നോക്കുന്ന നല്ലൊരു അമ്മയായിരിക്കണം കുട്ടിമണി. കുട്ടിമണി അമ്മ. എന്നെ അമ്മേനൊന്നും വിളിച്ചണ്ട. ഞാൻ കുഞ്ഞ്. പിന്നെ ഞാനും കുഞ്ഞുമണി കൂട്ടുകാരാ. ഞാനേ കുഞ്ഞുമണിയെ ഇങ്ങനെ തോന്നങ്ങനെ നടക്കും. പിന്നെ കയ്യെ പിടിച്ച് വലിച്ചോണ്ടങ്ങനെ നടക്കും. കയ്യിൽ പിടിച്ച് വലിച്ചോണ്ട് നടക്കുവോ? അല്ലല്ലല്ല, വലിച്ചോണ്ടല്ല, കയ്യിൽ പിച്ചോണ്ട് ഇങ്ങനെ നടക്കും. എന്നിട്ട് കൂളി കൊണ്ടുപോയാക്കും. കുഞ്ഞുമണിയുടെ പോരത്ത് ഒരു കുഞ്ഞൻ ബാഗൊക്കെ ഇടിച്ച് ഒരു പുല്ലിക്കൊരയും കൊണ്ട് അങ്ങ് കൂളിപ്പോവും. ഞാനും കുഞ്ഞുമണിയും കൂടെ അവിടെ ഇരുന്ന് അങ്ങ് പഠിച്ചു. കുഞ്ഞുമണിയെ പറ്റി ഒരുപാട് സങ്കല്പങ്ങളുണ്ടല്ലേ മനസ്സിൽ? എന്നാ കപ്പങ്ങളാ? അയ്യോ, സങ്കല്പം എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇല്ല. ഇടി, കുഞ്ഞുമണി വന്നു കഴിഞ്ഞാൽ എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ കൊണ്ടു നടക്കണമെന്നൊക്കെ നീ നേരത്തെ ചിന്തിച്ചു വച്ചിട്ടുണ്ടോന്ന്? ഞാൻ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. മനുഷ്യ, എന്റെ ഇപ്പത്തെ
ഏറ്റവും വലിയ ആഗ്രഹം എന്നാന്ന് പറയട്ടെ? എന്താ? എനിക്ക് കുഞ്ഞുനെ കാണണം. എന്നിട്ട് കുഞ്ഞുവനിച്ച് ഒത്തിരി ഉമ്മ കൊടുക്കണം. എന്നിട്ട് കുഞ്ഞുവനെ എഴുതോണ്ടങ്ങ് നടക്കണം. എന്നിട്ട് കുഞ്ഞുവനെ ഈ കട്ടില് നമ്മുടെ കൂടെ കിടത്തി ഓർക്കണം. എന്നിട്ട് കുന്താം. അല്ല എന്നിട്ട് കുഞ്ഞുവനെ കുലിപ്പിച്ചണം. എന്നിട്ട് കുഞ്ഞുവനെ കണ്ണെഴുതിപ്പിച്ചു, കുഞ്ഞുവനെ പോറ്റലൊടിപ്പിച്ചു, കുഞ്ഞുവനെ പിരിയം വരച്ചു. എന്നിട്ട് കുഞ്ഞുവനെ നല്ല സുന്ദരിയാക്കും. പിന്നെ മുടി ഉണ്ടല്ലോ മനുഷ്യ, കുഞ്ഞുവനിയുടെ മുടി. കുഞ്ഞുവനിച്ച് എന്റെ കൂട്ടി മുടിയാണേ, പങ്കര മുടിയാണേ, എന്റെ കൂട്ടി മുടി പോലെ. സമ്മതിച്ചു. നീ പറ. ആ 2 മുടിയെടുത്ത് 2 സൈഡിലും പീലിക്കെട്ട് വെച്ചു. എന്താ കേട്ട്? എടാ പീലിക്കെട്ടെന്ന്. അത് നിനക്കൊന്നും അറിയത്തില്ല. അത് ഞങ്ങള് സുന്ദരിമാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്നിട്ട് കുഞ്ഞുവനെ നല്ല സുന്ദരിയാക്കും. മനുഷ്യ, ഞാനേ കുഞ്ഞുവനെ ഒരുക്കുന്ന എങ്ങനെയാന്ന് ഇപ്പൊ കാണിച്ചു തരാം. ഇപ്പൊ കാണിച്ചാ പോയി. അങ്ങോട്ട് വന്നേ. ഇപ്പൊ കാണിച്ചേ. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം മനുഷ്യ. നീ ഇതെന്താ? മനുഷ്യൻ ഇപ്പൊ കുഞ്ഞോണിയാ. കുഞ്ഞോളിയോ? മനുഷ്യൻ കുഞ്ഞുമണി. മനുഷ്യൻ കുഞ്ഞുമണി, ഞാനമ്മ. മനുഷ്യൻ കുഞ്ഞുമണി ആയോണ്ട് ഞാൻ പറയുന്ന മൊത്തം അനുസരിക്കണം. നിന്നോട് ഞാൻ പറഞ്ഞോ നീ കുഞ്ഞുമണിയാണെന്ന്? പിന്നെ ഇവിടെ വന്നിരിച്ചാ നിനക്ക് എനിക്ക് പുറത്തിറങ്ങി നടക്കാനുള്ളതാ. ഒരു വിത്രയാലും ഇല്ല. ഇവിടെ നിന്നെ ഓടിച്ചിട്ട് അമ്മ എന്നെ പോട്ടല്ലോ. അമ്മ പറഞ്ഞ അനുസരിച്ചടാ. അങ്ങനൊന്നുമില്ല. എന്റെ അമ്മയെ രക്ഷപ്പെട്ടു. കള്ള മനുഷ്യ, നിന്നെ എന്റെ കയ്യിൽ കിട്ടും. ഓരാനും വയ്യ. ഇവിടെ പറ്റിച്ചല്ലടാ നീ എന്നെ. പറ്റിച്ചല്ലേ നിന്നെ ഞാൻ ഇതുപോലെ പൗഡർ പോലെ പൊടിച്ചോടാ. കുഞ്ഞോനെ, നിന്റെ അച്ഛനെ പറ്റിച്ചു. കള്ള ദുഷ്ടൻ. മാഡം, ഈ വീഡിയോ കണ്ടില്ലേ? എന്റെ ഭർത്താവിനെ എനിക്ക് നഷ്ടപ്പെടും. ഇതിനൊരു പരിഹാരം കാണണം. എത്ര കാലമായി ഇവർ ഈ ബന്ധം തുടങ്ങിയിട്ട്? കുറെ കാലമായി മാഡം. ഞാൻ ഉപദേശിച്ച് മടുത്തു. എന്റെ കുടുംബം മാണിക്യമംഗലം. മാഡത്തിന് അറിയാമോ? ഡിവൈഎസ്പി ജയസേനൻ എന്റെ അങ്കിളാ. എന്റെ വീടിന്റെ അഭിമാനം ഓർത്ത ഞാൻ വീട്ടിലൊന്നും പറയാതിരുന്നത്. ഈ മനുഷ്യനെ ഞാൻ എന്റെ ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ചതാ. ഓ, അങ്ങനെയാണോ? ഇയാളെ പ്രേമിച്ചു കിട്ടിയിട്ടാണോ ഇയാളിപ്പോ വേറൊരു പ്രേമത്തിന്റെ പിറകെ പോയത്? ഞങ്ങള് പ്രേമൊന്നും അല്ലായിരുന്നു. വീട്ടുകാരാലോചിച്ചപ്പോ പണവും സമ്പത്തും ഒന്നും നോക്കാതെ നല്ലൊരു ചെറുപ്പക്കാരനാണല്ലോ എന്ന് കരുതി ഞാൻ അങ്ങ് സമ്മതിച്ചതാ. പക്ഷെ ഇപ്പൊ എന്റെ ഭർത്താവിന് ആ തമിഴ്നാട്ടിൽ നിന്ന് വന്നവളെ കൂടുതൽ ഇഷ്ടം. കണ്ടില്ലേ, രാത്രിയും പകലും എന്നുള്ള ഒരു വ്യത്യാസമില്ലാതെ അവരെപ്പോഴും ഒന്നിച്ച. നിങ്ങൾ എന്തിനാ ഇവളെ നിങ്ങളുടെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചത്? എനിക്ക് അവിടെ ഒരു വോയിസും ഇല്ല മാഡം. ഞാൻ വേറൊരു വീട്ടിൽ നിന്ന് വന്നു കയറിയ പെണ്ണല്ലേ. അവരെല്ലാരും കൂടി എന്നെ ഒറ്റപ്പെടുത്തി അടിച്ചമർത്തുക. ഈ തമിഴത്തെ അവിടെ താമസിപ്പിക്കാൻ വേണ്ടി എന്റെ രവിയേട്ടനെ അവള് വശീകരിച്ച് കയ്യിലാക്കി കഴിഞ്ഞു. കരയാതിരിക്കെ മാഡം, ഇപ്പൊ തന്നെ വരണം. വനിതാ കമ്മീഷനിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അവരും വരാന്ന് പറഞ്ഞു. എന്റെ അമ്മയുമായി അവർക്ക് നല്ല ബന്ധമുണ്ട്. ഇത്രയും പിടിപാടുണ്ടായിരുന്നിട്ടും
ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നിട്ട് കൂടി എന്തിനാ ഇത്രയും കാലം വെച്ചോണ്ടിരുന്നത്? ഞാൻ പറഞ്ഞില്ലേ മാഡം, എന്റെ വീടിന്റെ അഭിമാനം. പിന്നെ എനിക്കെന്റെ ഭർത്താവെന്ന് വെച്ച ജീവനാ. എന്റെ രവിയേട്ടനെ ആൾക്കാര് മോശമായിട്ട് പറയുമല്ലോ എന്നോർത്താ ഞാൻ ഇതുവരെ ഒന്നും പറയാതിരുന്നത്. പിന്നെന്താ ഇപ്പോ? അത് നമ്മുടെ പ്രിയപ്പെട്ടവരെ കടലിൽ മുങ്ങിച്ചാവാനായിട്ട് നമ്മൾ വിടുവോ മാഡം? എന്റെ ഭർത്താവ് അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ഭർത്താവിനെ വശീകരിച്ച് അതുവഴി എന്റെ പണം തട്ടിയെടുക്കാനാണ് അവളുടെ ശ്രമം. അതാണ് അവളുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു തീർപ്പാക്കണം മാഡം. മതികല കരയണ്ട, നമുക്കെന്തായാലും ഇന്ന് അങ്ങോട്ടൊന്ന് പോവാം. ഇന്ന് തന്നെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ കമ്മീഷനിലൊന്ന് വിളിക്കട്ടെ. അയ്യോ എന്തോരം തേനീച്ചയാ. അതിനോട് കളിക്കാൻ നിൽക്കല്ലേ, നല്ല കുത്തു കിട്ടും കേട്ടോ. ഇല്ല ഞാൻ പോത്തില്ല എന്റെ അമ്മമ്മോ. ഓ മനുഷ്യ, അമ്മമ്മയിലിനെ ഭയങ്കര സങ്കടായിപ്പോന്ന് വല്യേച്ച് വന്നു. എന്തിന്? ഇന്നലെ വല്യേട്ടൻ വായിക്ക് വന്നില്ലേ? വല്യേട്ടൻ വായിക്ക് വന്നത് അമ്മമ്മയിലിന് ഭയങ്കര സങ്കടായിപ്പോയി. അതങ്ങനെയാ, വഴക്ക് കേൾക്കുമ്പോ സങ്കടം വരും. കുട്ടിമണിയെ ഞാൻ വഴക്ക് പറയാത്തുണ്ടല്ലേ, കുട്ടിമണി ഇങ്ങനെ ആള് കളിക്കുന്നത്. അയ്യോ, ഞാൻ നിന്നെ വഴക്കും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ഞാൻ നിന്നെ അടുത്ത് തല വെച്ചോണ്ട് നടക്കല്ലേ? മനുഷ്യൻ എപ്പ എന്നെ തല വെച്ചോണ്ട് നടന്നേ? എന്നെ മനുഷ്യൻ തലയിലൊന്നും വെച്ചിട്ടേ ഇല്ല. മനുഷ്യ, എനിക്കൊരു ഊഞ്ഞാല കേട്ടിട്ട് വരാ മനുഷ്യ. എന്റെ പൊന്നു കുട്ടിമണി, നീ ഇപ്പൊ ഊഞ്ഞാലിടുന്ന സമയമൊന്നും അല്ല. ഊഞ്ഞാലാടിന് സമയം വല്ല ഉണ്ടടാ? അല്ല പിന്നെ എനിക്ക് ഊഞ്ഞാലാടിയേ പറ്റത്തുള്ളൂ. അത് പിന്നെ എനിക്ക് ഊഞ്ഞാലാടാൻ ഒരു താല്പര്യം ഉണ്ടായിട്ടല്ല. താല്പര്യം താല്പര്യല്ലേ കരുതേ, താല്പര്യം താല്പര്യം. എനിക്കിപ്പോ അങ്ങനൊന്നും പറയാൻ വയ്യ. ഞാൻ താല്പര്യം എന്നേ പറയുന്നത്. എനിക്ക് താല്പര്യമൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല. നമ്മുടെ കുഞ്ഞോന് പറഞ്ഞു, അമ്മേ ഊഞ്ഞാല് കെട്ടിത്തരുമോന്ന് അച്ഛയോട് ചോദിക്കാൻ. നമുക്കിരുന്ന് ആടാം. അപ്പൊ ഞാൻ കുഞ്ഞുമണിയോട് പറഞ്ഞു, എടി കുഞ്ഞുമണിയെ, നിന്റെ അച്ഛ പാവാ, നല്ല അച്ഛയാ, നല്ല സുന്ദരനാ, അതുകൊണ്ട് നമുക്ക് ഊഞ്ഞാല് കെട്ടിത്തരുന്നു. സൂചിപ്പിക്കല്ലേ അമ്മയും മോളും കൂടി. ഊഞ്ഞാല് കെട്ടി തന്നാലേ ഈ വലിയ വയറും വെച്ചോണ്ട് നീ എങ്ങനെയാ ഊഞ്ഞാലിരുന്ന് ആടുന്നേ? അതൊക്കെ ഞാൻ ആടും. ഞാൻ എന്റെ കുഞ്ഞുമണിയും കൂടെ അങ്ങ് ആടിക്കോളാം. ഊഞ്ഞാല് കെട്ടി തരുവോ ഇല്ലയോ? കുട്ടിമണി, ഒന്ന് സമാധാനപ്പെട്. ഊഞ്ഞാൽ ഓണത്തിനല്ലേ കെട്ടുന്നത്. അങ്ങനൊന്നുമില്ല. എനിക്ക് ഇപ്പൊ ഓണാ. എനിക്ക് എന്നും ഓണമാ. എന്റെ അച്ഛ വന്നിട്ടുണ്ടല്ലോ, രാജുമാച്ച എപ്പോഴും ഓണമാണ്. ഓ, നീ നിന്റെ ഒരു അച്ഛയും. നിന്റെ അച്ഛ നീ പറയുമ്പോഴൊക്കെ ഊഞ്ഞാല് കെട്ടി തരുമായിരുന്നോ? തരുമായിരുന്നു. ഞാൻ എന്ന് പറഞ്ഞാലും എന്റെ അച്ഛ അപ്പ അത് ചെയ്യുമായിരുന്നു. അതല്ലേ എന്നെ രാജകുമാരിന്ന് വിളിച്ചെന്ന. എന്റെ അച്ഛ പാവം ചത്തുപോയണ്ട ഇപ്പൊ എനിക്ക് ആരും ഒന്നും തരാത്ത. സങ്കടം വേണ്ട, ഒരു ഊഞ്ഞാല് ഞാൻ കെട്ടിത്തരാം. എന്നിട്ട് അമ്മയും മോളും കൂടി ഇരുന്ന് ആടിക്കോ. നല്ല മനുഷ്യൻ. എനിക്ക് ഒത്തിരി 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 അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്നെ ഒത്തിരി അങ്ങ് പൊക്കിയാലേ ഞാൻ പൊങ്ങി പൊങ്ങി തല ചെന്നങ്ങ് ആകാശത്ത് തട്ടും. അയ്യോ, എന്റെ മനുഷ്യന്റെ തല എങ്ങും ഇടിച്ചണ്ട. മനുഷ്യന്റെ തല ഇച്ചാലേ മനുഷ്യന്റെ തല മുയച്ചും. എടി, നീ ഇത് കാര്യമായിട്ട് പറയുന്നതാണോ അതോ എന്നെ കളിയാക്കുന്നതാണോ? എനിക്കിപ്പം സംശയമുണ്ട്. നിനക്ക് ബുദ്ധി ഇല്ലാത്തതാണോ അതോ നീ ബുദ്ധി ഇല്ലാത്തതുപോലെ അഭിനയിക്കുന്നതാണോ എന്ന്. എനിക്കിപ്പോ നല്ല ബുദ്ധിയുണ്ട്. ഞാൻ പുത്തിമതിയും രാജകുമാരിയും ചട്ടമ്പിയും മമ്മന വിദ്യ അറിയാവുന്നവരുവാ. അതുകൊണ്ട് ആരായാലും എന്നോട് കളിച്ചിനെ സൂക്ഷിച്ചു. എനിക്ക് നാളെ തന്നെ ഊഞ്ഞാല് കെട്ടി തരണം. മനസ്സിലായടാ? ഓ, ഉത്തരവ്.
എവിടെടാ ഇവിടെ ഉള്ളവരെല്ലാം? വിളിക്ക്. ഇനി നിയമപരമായിട്ടാണ് മതികലയുടെ കളി. ഞാൻ വിളിക്കാം മാഡം. ആരാണെന്ന് വെച്ചാ വിളിക്ക്. കമ്മീഷൻ അംഗങ്ങളെ ഒരുപാട് നേരം നിർത്തി ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. ഞാനവരെ വിളിക്കാം മാഡം. മൈലമ്മേ, എടി മൈലമ്മേ, എടി തമിഴ്നാട്ടുകാരി, ഇറങ്ങി വാടി. മൈലമ്മയുടെ വളർത്തമ്മയൊന്നും ഇല്ല ഇവിടെ. എല്ലാരും വാ, കാര്യങ്ങൾ സംസാരിക്കാം. രവേട്ടാ, രവേട്ടോ, എന്റെ ഭർത്താവ് ഉറങ്ങുവാണോ അതോ ഈ വന്നവരെയൊക്കെ കണ്ടു കയറി പൊത്തിലൊളിച്ചോ? നിങ്ങളും വാ, നിങ്ങളെ കൂടി നിർത്തി വേണം സംസാരിക്കാൻ. എന്താ എന്താ മതി? ഇവരാ ആരാടി പെണ്ണെ ഇതൊക്കെ? നമ്മളെ വീട്ടിൽ വിരുന്ന് വന്നവരാണോ? ഞമ്മളെ വീട്ടിൽ വിരുന്നു കൂടാൻ വന്നൊന്നും അല്ല. അപ്പച്ചമ്മേ, എന്റെ കൊച്ചേച്ചി വിളിച്ചോണ്ട് വന്നതാ ഇവരൊക്കെ. പോലീസും ഒക്കെ ഉണ്ട്. എന്നക്കാ എന്നെ പ്രോബ്ലം? എന്റെ പ്രോബ്ലം എന്താണെന്നേ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. ഇവര് നിന്നോട് സംസാരിച്ചോളൂ. ദേ, ഇതാണ് കക്ഷി, എന്റെ കുടുംബം തകർത്തവള്. ആ താടിയാണ് എന്റെ ഭർത്താവ്. എന്റെ ജീവിതം പോയി, എന്റെ കുടുംബ ജീവിതം തകർന്നു. എനിക്ക് എന്റെ ജീവിതം വേണം. നിങ്ങൾ ഇവരോടൊന്ന് ചോദിക്കൂ, എന്നിട്ട് എന്റെ സങ്കടത്തിനൊരു നിവൃത്തി ഉണ്ടാക്കിത്താ. കുട്ടി ഇറങ്ങി വരൂ. എന്താ മാഡം? നിന്നോട് ഇങ്ങോട്ട് ഇറങ്ങി വരാനല്ലേ പറഞ്ഞത്? അതാദ്യം അനുസരിക്ക്. നിങ്ങളെവിടേക്കാ? അതങ്ങനെയാ മാഡം, ഇവരാ ഇവളെ വഷളാക്കുന്നത്. ഡോ, താനിങ്ങോട്ട് ഇറങ്ങി വന്നേ. എന്താണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം? നിങ്ങൾ രണ്ടുപേരും കൂടി ഈ കുട്ടിയുടെ കുടുംബജീവിതം തകർത്തു എന്നതാണ് കിട്ടിയിരിക്കുന്ന പരാതി. അയ്യോ മാഡം, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ വെറുതെ കെട്ടിച്ചമച്ച് പറയുന്ന കഥകളാ. ഇയാളാരാ? ഇത് മനുഷ്യൻ, എന്റെ ഭദ്രാവാ. ഭർത്താവും ഭാര്യയൊക്കെ മിണ്ടാതങ്ങ് നിന്നാ മതി. ഇതേ കേസ് വേറെയാ. മതികലയുടെ ഭർത്താവിനൊന്നും പറയാനില്ലേ? മാഡം പ്ലീസ്, എന്റെ ഭാര്യ പറയുന്നത് പോലെ ഒരു മോശം ബന്ധം ഞാനും ഈ മൈലമ്മയും തമ്മിലില്ല. അവര് ഫോണിൽ ചില ക്ലിപ്സ് കാണിച്ചല്ലോ. ആ ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ മാഡം? എന്തെങ്കിലും മോശം ബന്ധമുള്ളവര് വീടിന്റെ പുറത്ത് വെച്ചിട്ടാണോ സംസാരിക്കുന്നത്? എവിടെയെങ്കിലും മാറി നിന്ന് ഒളിച്ചും പാത്തുമല്ലേ സംസാരിക്കത്തുള്ളൂ? ഒന്നുമില്ലെങ്കിൽ അടച്ചിട്ട് മുറിക്കുള്ളിലല്ലേ സംസാരിക്കുള്ളൂ? ഇതൊക്കെ എന്റെ ഭാര്യയുടെ വെറും തെറ്റിദ്ധാരണകളാ. ഞങ്ങൾ തമ്മിൽ യാതൊരു മോശം ബന്ധവും ഇല്ല. ഈ മൈലമ്മ എത്ര കാലം ഇവിടെ വന്നിട്ട്? കുറച്ചു കാലേ ആയുള്ളൂ മാഡം. ഇവര് പഴനിക്ക് പോയപ്പോ അവിടെ നിന്ന് അങ്ങോട്ടാ കിട്ടിയതാ. അല്ലാതെ ഇവിടെ താമസിക്കാൻ യാതൊരു അവകാശമോ അർഹതയോ ഇല്ല മാഡം ഇവൾക്ക്. ഇവൾ ഈ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം എനിക്കൊരു സ്വസ്ഥതയും കിട്ടത്തില്ല മാഡം. ഈ കുട്ടിക്ക് ഇവിടെ താമസിക്കാൻ അർഹതയില്ലെങ്കിൽ പിന്നെന്തിനാ ഈ കുട്ടി ഇവിടെ നിർത്തുന്നത്? അതാ, നിങ്ങൾക്ക് ഈ കുട്ടിയെ സംരക്ഷിക്കണമെങ്കിൽ വനിതാ ഹോസ്റ്റലിൽ നിർത്തി സംരക്ഷിച്ചൂടെ? എന്റെ പെൺകൊച്ചിന് ഇവിടെ താമസിക്കാൻ അർഹതയില്ലെന്ന് ആരാ പറഞ്ഞത്? ദേ, നിങ്ങളുടെ പെങ്കൊച്ചിന് മാത്രമല്ല നിങ്ങൾക്കും അവകാശം ഇല്ല. എനിക്ക് അവകാശം ഇല്ലെന്നോ? ഈ വീട്ടിൽ എല്ലാവർക്കും ഉള്ളതുപോലെ അവകാശം എനിക്കും ഉണ്ട്. അത് വെറുതെ വാക്കാലുള്ള അവകാശമല്ല, രേഖാമൂലമുള്ള അവകാശം. കാണണോ? ആ കടലാസ് കാണണോ? ആ കാണണം. നിങ്ങൾക്ക് അവകാശം ഉണ്ടെങ്കിലേ അതൊന്ന് എനിക്ക് കാണണം. നീ കണ്ടിട്ടുള്ളതല്ലേ? നിനക്കറിയാവുന്നതല്ലേ? അതൊന്നും ഞാൻ ഓർക്കുന്നില്ല. നിങ്ങൾക്ക് അവകാശം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പൊ ആ അവകാശപത്രം ഒന്നുകൊണ്ടൊന്ന് കാണിച്ചേ. അത് ഈ നിൽക്കുന്ന സാറുമാരും എല്ലാരും ഒന്ന് കാണട്ടെ. എന്നാൽ ഇന്നൊന്ന് കാണിച്ചിട്ട് തന്നെ ഇപ്പൊ കാണിച്ചു തരാം. എല്ലാ സാറന്മാരും ഒന്ന് കാണട്ടെ. എനിക്ക് അവകാശമില്ലെന്ന് കരുതി തുള്ളുകയൊന്നും വേണ്ട കേട്ടോ കൊച്ചേ. മൈലമ്മേ, നീ പേടിക്കൊന്നും വേണ്ട. നമുക്കിവിടെ താമസിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് കേട്ടോ. ആദ്യം ഇവിടെ താമസിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകട്ടെ, അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി. അത് തന്നെ. താമസിക്കാൻ അവകാശം ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങണം. ഇറങ്ങിയ പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്റെ കുടുംബ ജീവിതം നേരെയാവും. എന്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചും കിട്ടും. ചെല്ല്, പോയി ചെന്ന് എടുത്തിട്ട് വാ നിങ്ങളുടെ അവകാശപത്രം. എന്നാ അതൊന്ന് കാണണമല്ലോ. അവളെവിടെന്നോ രണ്ടുപേരെയും കൊണ്ട് വന്നിട്ട് പോലീസുകാരെ കാണിച്ചിട്ട് വരട്ടാൻ നോക്കുന്നു. അത് ശരി, ഞാൻ കാണിച്ചു കൊടുക്കാം. അവളുടെ ഒരു അവകാശം.
അതെവിടെ പോയി? ഞാൻ ഇവിടെ തന്നെയാണല്ലോ വച്ചത്. എന്റെ പരുത്തിക്കാവിൽ അമ്മേ. എന്റെ പരുത്തിക്കാവിൽ അമ്മേ. ഒരു വീട്ടിൽ ഇയാൾക്ക് അഭയം തന്നു എന്നുള്ളത് ശരിയാണ് എന്ന് കരുതി ഈ നിൽക്കുന്ന പെൺകുട്ടിയുടെ ഭർത്താവിനെ വശീകരിക്കാനും പ്രലോഭിപ്പിക്കാനും അയാളോടൊരു പുതിയ ബന്ധം ഉണ്ടാക്കാനും ശ്രമിച്ചോ? മാഡം, നീങ്ക പെരിയ ആള്. പക്ഷേ ഉപയോഗിക്കുന്ന വാക്കും ആരോപിക്കുന്ന കാര്യങ്ങളും കുറച്ചൊക്കെ മാന്യവും സത്യസന്ധവുമായിരിക്കണം. എനിക്കങ്ങനെ യാതൊരു ബന്ധവും ഇല്ല. നിനക്കൊരു ബന്ധമില്ല? എല്ലാവർക്കും അറിയാടി നിന്റെ ബന്ധം എന്താണെന്ന്. അതുകൊണ്ടാണല്ലോ എനിക്ക് വനിതാ കമ്മീഷനിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ പോയി പരാതി കൊടുക്കേണ്ടി വന്നു. സ്റ്റോപ്പ് ഇറ്റ്. ഇയാൾക്ക് നാണമുണ്ടോ സ്വന്തം വീടിനകത്ത് തന്നെ ഇങ്ങനൊരു ബന്ധം ഉണ്ടാക്കാൻ? അതും ഇത്രയും നല്ലൊരു ഭാര്യ ഉള്ളപ്പോ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? ഞങ്ങൾക്ക് തന്നെ ലജ്ജ തോന്നുന്നു. മാഡം, മാഡത്തിന് അത്ര വലിയ ലജ്ജ തോന്നേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു സൈഡിൽ നിന്നുള്ള ആരോപണം മാത്രമാണ്. ആദ്യം അതിന്റെ സത്യം എന്താണെന്ന് കണ്ടുപിടിക്കും. അതിനുശേഷം നാണം കെട്ട് താഴെ വീണ് പോയാൽ മതി. ഇയാൾ ആരോടോ സംസാരിക്കാൻ? ഞാനും ഈ വീട്ടിലുള്ള ആളാ. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാനുള്ള അതേ റൈറ്റ് എനിക്കുണ്ട്. ഈ കാര്യത്തിൽ കുടുംബത്തിലിരിക്കുന്ന കെട്ടിയോനും മക്കൾക്കും കഞ്ഞി വെച്ച് കൊടുക്കാത്ത കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. കമ്മീഷനാണ് കുന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ ജീവിതം പഠിപ്പിക്കാനായിട്ട്. ആദ്യം അവൻ അവന്റെ കണ്ണിലെ കമ്പെടുത്ത് കളാ, എന്നിട്ട് മതി നാട്ടുകാരുടെ കണ്ണിലെ കരടെടുക്കാൻ. കമ്മീഷനെ ഇൻസൾട്ട് ചെയ്യുന്നോ? തനിക്കുള്ള ശിക്ഷ എന്താണെന്നറിയാവോ? പിന്നെ ഒരു ശിക്ഷയില്ല. എന്റെ മനുഷ്യനെ ശിക്ഷിച്ചാൻ വന്നാലേ ഞാൻ കണ്ണിടിച്ച് പൊട്ടിച്ചു. ഞാന് പങ്കര ചാറ്റമ്പി. ഇതേ എന്റെ ഭാര്യ ഒരല്പം ബുദ്ധിക്കുറവുള്ള കുട്ടിയാ. അങ്ങനെയുള്ള ഒരാളെ കെട്ടിയിട്ട് അവളെ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഒരാളാ ഞാൻ. അത് വനിതാ കമ്മീഷൻ പറഞ്ഞിട്ടല്ലോ. നിങ്ങൾ ഈ കമ്മീഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രശ്നം വരുമ്പോ വരാനും അഭിപ്രായം പറയാനും. അല്ലാതെ എത്ര വനിതകൾക്ക് കമ്മീഷൻ ജീവിതം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്? ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ നിങ്ങൾ ഷോ കാണിക്കാൻ ബോർഡും വെച്ച് നടക്കുന്നു, നാട്ടുകാരെ കാണിക്കാൻ. അതിനപ്പുറം ഒരു ചുക്ക് നിങ്ങൾ ചെയ്തിട്ടില്ല. അതുകൊണ്ടേ മേഡം അങ്ങനെ ഒരുപാട് സംസാരിക്കരുത്. സംസാരിച്ചാ ചിലപ്പോ ചീയും. മാഡം, ഇവനാണ് മാഡം ഇവരുടെ സപ്പോർട്ടേഴ്സിൽ ഒരാള്. തൽക്കാലം നിർത്ത്. ഇവിടെ ഒരു വഴക്കിന് വേണ്ടിയല്ല നമ്മൾ ഇങ്ങോട്ട് വന്നത്. ആദ്യം ഈ മൈലമ്മയ്ക്കും അവരെവിടെ താമസിപ്പിക്കുന്ന വളർത്തമ്മയ്ക്കും ഈ വീട്ടിൽ അവകാശമുണ്ടോന്ന് നോക്കട്ടെ. അവരിപ്പോ ഡോക്യുമെന്റ്സ് കൊണ്ടുവരുമല്ലോ. അതില്ലെങ്കിൽ അവരിവിടുന്ന് മാറും. അപ്പൊ പ്രശ്നം തീരുമല്ലോ. വീട് മാറിയാലും ഇയാള് ചിലപ്പോ ഈ മയിലിനെ കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. അല്ലെങ്കിൽ മയില് പറന്നു വരും ഇങ്ങനെ കാണാനായിട്ട് ഇയാളുള്ള സ്ഥലത്ത്. അത് പിന്നത്തെ കാര്യം. അങ്ങനെ വരുമ്പോ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഇപ്പൊ ഇവർക്ക് ഇവിടെ താമസിക്കാൻ അവകാശമുണ്ടോ എന്ന് പരിശോധിക്കട്ടെ. കുട്ടിക്ക് മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കാം, അനുതാപം കാണിക്കാം, മറ്റുള്ളവരെ സഹായിക്കാം. പക്ഷേ ആരെ സഹായിക്കണം, ഏത് സമയത്ത് സഹായിക്കണം, ഏത് ഘട്ടത്തിൽ സഹായിക്കണം എന്നൊക്കെ ചില കാര്യങ്ങളുണ്ട്. നമ്മളത് തിരിച്ചറിഞ്ഞു വേണം ചെയ്യാൻ. മാഡം, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പറയുന്ന പോലെ എനിക്കൊരു മോശം ബന്ധം ആരുമായിട്ടും ഇല്ല. രവിയണ്ണനെ ഞാനങ്ങനെ കണ്ടിട്ടുമില്ല. നീ രവിയണ്ണനെ എങ്ങനെയാ കണ്ടതെന്ന് ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ടാ ഇവരിപ്പോ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് നീ കൂടുതലും സ്റ്റോപ്പ് ഇറ്റ്. മാഡം പ്ലീസ്, അവരതിന് ഡോക്യുമെന്റ്സ് കൊണ്ടുവരട്ടെ. എന്തായി, എടുത്തോണ്ട് വന്നോ മുദ്രപത്രം? അവകാശപത്രം ഇവിടെ കാണട്ടെ. എന്നമ്മാ വല്ലാതിരിക്കുന്നത്? എവിടെ? അത് കാണിക്ക്. അത് തന്നെ കാണിക്ക്.
അങ്ങനെ ഒരു അവകാശ പത്രം ഉണ്ടെങ്കിൽ കാണിക്ക്. എന്നിട്ട് നിങ്ങൾ ഇവിടെ താമസിച്ചു. ഞാൻ ഇവിടുന്ന് ഇറങ്ങി തന്നേക്കാം എന്റെ ഭർത്താവിനെയും കൊണ്ട്. മാഡം, എനിക്ക് എന്റെ കുടുംബജീവിതം സ്വസ്ഥമാവണമെന്നേ ഉള്ളൂ. അല്ലാതെ ഇവിടെ നാനെ ഇറക്കി വിടണമെന്നൊന്നും എനിക്കില്ല. ഞാൻ അങ്ങനെയൊന്നുള്ള ആളല്ല. അത് പിന്നെ ഇവിടെ എല്ലാവർക്കും അറിയാം. നീ എന്തിനാ അഭിപ്രായം പറയുന്നേ? നീ നിന്റെ കാര്യം നോക്ക്. നിങ്ങൾ ഇതിന്റെ അകത്ത് കയറി ഇടപെട്ട് സംസാരിക്കരുത്, കേട്ടല്ലോ? അതെ, ഞങ്ങൾ ഇടപെട്ട എന്നാ കുഴപ്പം? ഇത് ഞങ്ങളുടെ വീട്ടിലൊരു കാര്യമല്ലേ? കൊണ്ടുപോണോ പോലീസ് സ്റ്റേഷനിലേക്ക്? വേണ്ട, ഞാൻ ഇടപെടുന്നില്ല. അമ്മ, മുദ്രപത്രം. കൊച്ചെ, ഞാൻ അവിടെ മൊത്തം നോക്കി, അത് കാണുന്നില്ല. കാണുന്നില്ലേ? കാണുന്നില്ലെന്നോ? അതമ്മ സൂക്ഷിച്ചു വെച്ചോന്ന് പറഞ്ഞതല്ലേ? ഓ അതെ, ഇപ്പം അതവിടെ കാണുന്നില്ല. കണ്ടോ കണ്ടോ, കള്ളത്തിനെ കണ്ടോ മാഡം? ഇവരെല്ലാം ഇങ്ങനെയാ, നിന്ന നിൽപ്പില് മുഖത്ത് നോക്കി കള്ളം പറയാം മാഡം. നിങ്ങൾക്ക് ഈ വീട്ടിൽ താമസിക്കാൻ അധികാരമുണ്ട്, അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അതിന്റെ രേഖയില്ലെന്നോ? സത്യമായിട്ടും ആ കടലാസ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു സാറ്. പക്ഷേങ്കി അതിപ്പൊ കാണുന്നില്ല. അത് കൊള്ളാം. അതെ, ഒരു കാര്യം പറയാം. ഇവരുടെ പരാതിയിൽ ഒരു തീർപ്പ് കൽപ്പിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. ഞങ്ങൾക്ക് മുകളിൽ നിന്ന് അത്രയ്ക്ക് പ്രഷറുണ്ട്. മാഡം പറയണം, എന്താ ഡിസിഷൻ? അതെ, ഇവിടെ താമസിക്കുന്നതും താമസിക്കാത്തതും നിങ്ങളുടെ കുടുംബകാര്യം, അത് നിൽക്കട്ടെ. പക്ഷെ ഞങ്ങൾക്ക് ഒരു പെൺകുട്ടി അവളുടെ ഭർത്താവിനെ നഷ്ടപ്പെടുന്നു എന്ന പരാതിയിന്മേൽ ഒരു തീരുമാനം പറയുക എന്നതാണ് പ്രധാന കാര്യം. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രമാത്രം. ഈ നിൽക്കുന്ന കുട്ടിയും അതിന്റെ ഭർത്താവും, എന്താ പേര്? രവിചന്ദ്രൻ. ആ, രവിചന്ദ്രനും മതികലയും താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഈ നിൽക്കുന്ന പെൺകുട്ടി, അതായത് പ്രശ്നത്തിൽ പങ്കാളിയായി എന്ന് പറയുന്ന ആൾ, മാറി നിൽക്കുക. വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുക. നിങ്ങളും ഒപ്പം പോയി താമസിക്കുക. നിങ്ങൾക്കിവിടെ അവകാശമുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകളില്ലാത്ത പക്ഷം അവകാശമുള്ളവർ പറയുമ്പം മാറിയേ പറ്റൂ. ഞങ്ങൾ എവിടെ പോകും സാറ്? നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം. 3 ദിവസത്തെ സമയം നിങ്ങൾക്ക് ഞങ്ങൾ തരും. അതിനുള്ളിൽ നിങ്ങൾ അവകാശം തെളിയിക്കുന്ന രേഖകൾ കണ്ടെത്തി ഞങ്ങളുടെ അടുത്തോ സിഐയുടെ അടുത്തോ കൊണ്ട് കാണിച്ചാൽ ചില ഉപാധികളോടെ നിങ്ങൾക്കിവിടെ താമസിക്കാം. ഇല്ലെങ്കിൽ ഇവിടുന്ന് മാറിയേ പറ്റൂ. എന്റെ പൊന്നു മാഡം, കുട്ടി വിഷമിക്കണ്ട. കുട്ടിയുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായി എന്ന് തന്നെ കരുതുക. 3 ദിവസത്തിനകം ഇവർ രേഖകൾ കൊണ്ട് കാണിക്കട്ടെ. ഇല്ലെങ്കിൽ ഇവരിവിടുന്ന് മാറി താമസിക്കട്ടെ. ഇവര് മാറിയാ പിന്നെ പ്രശ്നം തീരുമല്ലോ. തീരും. ഇവരിവിടുന്ന് പോയാ മതി. ഇവരിവിടെ ഉള്ളപ്പോ എനിക്ക് പേടിയാ. പുറത്തേക്ക് പോവാൻ പോലും പേടിയാ. ഞാൻ എങ്ങോട്ടെങ്കിലും പോയാ ഇവളോടി എന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് ചെല്ലും. അതുകൊണ്ട് സുഖമില്ലാത്ത എന്റെ അമ്മയെ പോലും ഞാൻ കാണാൻ പോവാറില്ല. കഷ്ടം. ഒരു പെണ്ണിന്റെ ജീവിതം തകർക്കാൻ വേറൊരു പെണ്ണ്. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. 3 ദിവസം. 3 ദിവസത്തിനകം രേഖകൾ ഹാജരാക്കിയാൽ ബാക്കി അത് പരിശോധിച്ചിട്ട് തീരുമാനിക്കും കാര്യങ്ങൾ. രേഖകളില്ലെങ്കിൽ 3-ാം ദിവസം നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് മാറിയിരിക്കണം. വേറൊന്നും സംസാരിക്കാനില്ല. നമുക്ക് പോകാം. യെസ് മാഡം. അങ്ങനെ എന്തായാലും ചിട്ടിവട്ടം എത്തി. പൊന്നു മോളെ, നിന്റെ ഇവിടുത്തെ പൊറുതി കഴിഞ്ഞടി. അപ്പച്ചമ്മ എവിടെ പോയത്? എനിക്കറിയില്ല. ഞാൻ സൂക്ഷിച്ചു വച്ചിരുന്നതാ. ദൈവമേ, അങ്ങേരി ഇതറിയുമ്പം എന്റെ തല പെരുക്കുന്നു. അമ്മ വിഷമിക്കണ്ടമ്മ, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. അപ്പച്ചമ്മ ഇവിടുന്ന് പോവേണ്ടി വരുമോ? എനിക്കറിയത്തില്ല കൊച്ചേ. നമുക്ക് ഒന്നുകൂടി നോക്കിയാലോ പെണ്ണെ? വാ. മനുഷ്യ, അപ്പച്ചമ്മ ഇവിടുന്ന് പോവോ? ഏയ്, പോകത്തൊന്നുമില്ല കുട്ടു. കുട്ടു വാ.
എന്നാലും ആ പ്രമാണം എവിടെ പോയെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഇനി എലി എടുത്തോണ്ട് പോയി ആ പിന്നെ പുലി. എനിക്കെന്തിനാ പ്രമാണം? സൊസൈറ്റി കൊണ്ടുപോയി പണയം വെച്ച് ലോൺ എടുക്കാനോ? അതല്ല മനുഷ്യ. ഏതല്ല? ഇനി എലിയെങ്ങാണ്ട് കരണ്ടിട്ടുണ്ടാവോ? നിന്റെ മോന്തയ്ക്ക് ഒരു തേക്ക് വെച്ചെറിഞ്ഞ നിന്റെ കയ്യിലല്ലേടി ഞാനത് സൂക്ഷിക്കാൻ തന്നത്. ഞാൻ ആ പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. சரி வக்கீலண்ணே, நான் கூப்பிடுறேன். இந்த மேட்டர் വളരെ அர்ஜென்ட் ആണ്. சரி. என்ன பெரியப்பா, என்னம்மா, என்ன ப்ராப்ளம்? പ്രോബ്ലം അല്ലേ മൊത്തം. ആ പ്രമാണം ഇവള് മര്യാദയ്ക്ക് സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ വനിതാ കമ്മീഷന്റെ പോലീസിന്റെ ഒക്കെ മുഖത്തെ എറിഞ്ഞു കൊടുക്കായിരുന്നു. അത് സത്യ. പക്ഷേ അത് നഷ്ടപ്പെട്ടത് പെരിയ പ്രോബ്ലം. ഈ വീടിന് മീതെ ഇപ്പൊ പെരിയപ്പാക്കും അമ്മാക്കും പറയാൻ ഒരു അവകാശമില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഇറങ്ങേണ്ടി വരുമോ കൊച്ച്? ഇപ്പൊ നിന്ന് അയ്യോ പത്തോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം സൂക്ഷിക്കാൻ ഏൽപ്പിച്ച അത് സൂക്ഷിക്കണമായിരുന്നു. നിങ്ങളുടെ ഈ വർത്താനം കേൾക്കുമ്പോഴാ ഞാൻ എന്നാ പ്രമാണം വലിച്ചെറി തിന്നു? അതും പറയാൻ പറ്റത്തില്ല. ഞാൻ വല്ലതും വിളിച്ച് പറയും കേട്ടോ. അമ്മ, പെരിയപ്പ ഒന്ന് നിർത്ത്. പ്രമാണം നഷ്ടപ്പെട്ടത് സീരിയസ് മാറ്റർ. നമുക്കതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കിടക്കുമോ നോക്കാം. എന്തായാലും നമുക്ക് വീട് മാറിയേ പറ്റൂ.